നമസ്കാരം. മൂഴിക്കലിൽ 16-കാരിയായ നസ്രീനെ കൊലപ്പെടുത്തിയ ശേഷം ബന്ധുവായ അദ്നാൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹതകൾ ഒഴിയുന്നില്ല. കൃത്യത്തിനു ശേഷം തെളിവ് നശിപ്പിക്കാൻ മൊബൈൽ ഫോണുകൾ കിണറ്റിലെറിഞ്ഞത് അദ്നാൻ തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുമ്പോഴും ഇതിന് ആധാരമായ ദൃശ്യങ്ങളൊന്നും ലഭിക്കാത്തത് അന്വേഷണത്തെ കുഴപ്പിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും അദ്നാൻ തന്നെയാണ് പ്രതിയെന്ന് പോലീസ് ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഫോൺ കിണറ്റിലിടുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല. ആദ്യഘട്ടത്തിൽ തെളിവ് നശിപ്പിക്കാൻ ബന്ധുക്കൾ ശ്രമിച്ചോ എന്ന സംശയം പോലീസിനുണ്ടായിരുന്നു. എന്നാൽ ചൊവ്വാഴ്ച ബന്ധുക്കളെ വിശദമായി ചോദ്യം ചെയ്തതോടെ ഈ ദുരൂഹത നീങ്ങി എന്നാണ് പോലീസ് അവകാശപ്പെടുന്നത്. വീടിന്റെ പുറകുവശത്തെ വാതിലിന്റെ താക്കോൽ സൂക്ഷിക്കുന്ന സ്ഥലം അദ്നാന് അറിയാമായിരുന്നു. കൃത്യത്തിനു ശേഷം ഈ താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്ന് അദ്നാൻ പുറത്തിറങ്ങുന്നതിന്റെ ശബ്ദം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിനുശേഷം കിണറിന് അടുത്തേക്ക് പോകുന്നതോ ഫോൺ എറിയുന്നതോ ആയ ദൃശ്യങ്ങൾ ലഭ്യമല്ല. ഈ സാഹചര്യത്തിൽ അദ്നാൻ തന്നെയാണ് ഫോൺ നശിപ്പിച്ചത് എന്നതിന് പ്രത്യക്ഷമായ തെളിവില്ലാത്തത് കേസിലെ വലിയ പഴുതായി തുടരുകയും ചെയ്യുന്നു. നസ്രീനെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്നാൻ വീട്ടിലെത്തിയതെന്നാണ് പോലീസ് നിഗമനം. പുലർച്ചെ 4:50 വീട്ടിൽ കള്ളൻ കയറിയോ എന്ന് സംശയിച്ച് നസ്രീനയുടെ വല്യുമ്മ സഫിയ പെൺകുട്ടിയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. ഈ സമയം ഫോൺ അദ്നാന്റെ കൈവശമായിരുന്നു. തുടർച്ചയായ ഫോൺ വിളികൾ വന്നതോടെ പരിഭ്രാന്തനായ അദ്നാൻ പുലർച്ചെ 5:10 പുറത്തിറങ്ങി ഫോണുകൾ കിണറ്റിലെറിയുകയായിരുന്നെന്നാണ് പോലീസിന്റെ വിശദീകരണം. അദ്നാന്റെ സ്വഭാവദൂഷ്യം കാരണം മുൻപ് വീട്ടുകാർ ഇയാളെ മർദ്ദിച്ചിരുന്നതായും ഫോണിലെ സിം കാർഡും മെമ്മറി കാർഡും നശിപ്പിച്ചിരുന്നതായും ബന്ധുക്കൾ മൊഴി നൽകിയിട്ടുണ്ട്. ഈ വൈരാഗ്യമാണോ അതോ മറ്റ് വ്യക്തിപരമായ കാരണങ്ങളാണോ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. കൃത്യം നടന്ന വീട്ടിലെ സാഹചര്യങ്ങളും പ്രതിയുടെ മുൻകാല പെരുമാറ്റങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നുണ്ട്. അദ്നാന്റെ മരണത്തിലും ദുരൂഹതകളുണ്ടെന്നൊരു വിഭാഗം സംശയിക്കുന്നു. കിണറ്റിൽ നിന്നും കണ്ടെടുത്ത ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഇതിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതോടെ മാത്രമേ കൊലപാതകത്തിലേക്ക് നയിച്ച കൃത്യമായ കാരണം വ്യക്തമാകൂ. അതേസമയം ദൃശ്യങ്ങളുടെ അഭാവത്തിൽ കേവലം ശബ്ദരേഖയെ മാത്രം അടിസ്ഥാനമാക്കി പോലീസ് നടത്തുന്ന നിഗമനങ്ങൾ എത്രത്തോളം ശക്തമാണെന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട്. മൂഴിക്കൽ നാടിനെ നടുക്കിയ ഈ ഇരട്ടമരണത്തിൽ ദുരൂഹതകൾ നീക്കാൻ വിപുലമായ അന്വേഷണത്തിനാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എന്തായാലും മരണം നടന്നിട്ട് ഇത്രയും ദിവസമായിട്ടും നസ്രയുടെയും അദ്നാന്റെയും മരണത്തിൽ കൃത്യമായ ഒരു കാരണം കണ്ടെത്താൻ പോലീസിന് സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. മൂഴിക്കൽ നാട്ടിലാകമാനം ഇതിനെക്കുറിച്ച് വലിയ ആരോപണങ്ങൾ പോലീസിനെതിരെ നിലനിൽക്കുന്നുണ്ട്. കിണറ്റിൽ നിന്നും കണ്ടെടുത്ത ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലവും ഇതുവരെയും വന്നിട്ടുമില്ല. എന്താണ് സംഭവിച്ചത്, എന്താണ് ഈ ഫോണിനുള്ളിലെ വിവരങ്ങൾ എന്ന കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകേണ്ടതുണ്ട്. നസ്രീനെ കൊലപ്പെടുത്തിയതിൻ്റെ കാരണം മുൻപുണ്ടായ വൈരാഗ്യമാണോ എന്നതും തെളിയേണ്ടതുണ്ട്. എന്തായാലും കൊലപാതകം അത് ഇരട്ട മരണമാണ്. ഒരെണ്ണം കൊലപാതകം, ഒരെണ്ണം ആത്മഹത്യയാണ് എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. പക്ഷേ നിലവിലെ പോലീസ് അന്വേഷണം ഇത് തെളിയിക്കാൻ മതിയാവുന്നതല്ല എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം.